ഓർക്കുമ്പോൾ ഭയം തോന്നുന്നുണ്ട്. നമ്മൾ കസ്റ്റമർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്നാണ് ഒരു വണ്ടി ഓടി വരിക. ഞാൻ ഓടി മാറിയോണ്ട് രക്ഷപ്പെട്ടു. ശരിക്കും ശരിക്കും ആ സമയത്ത് ഈ കുട്ടി പിന്നെ കുട്ടിയുടെ അമ്മ ഇവരുടെ ഒരു അവസ്ഥ എന്തായിരുന്നു? കുട്ടിയും കുട്ടിയുടെ അമ്മയും ഈ ചാക്കിൻ്റെ മണ്ടയ്ക്ക് വന്ന് വീണുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. കുട്ടിയും കുട്ടിയുടെ അമ്മ ഈ ചാക്കിൻ്റെ മണ്ടയ്ക്ക് വന്ന് വീണുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നേരെ വന്ന് ഈ തൂണിലാണ് അടിക്കേണ്ടത്. ഒരു കടയിലേക്ക് വണ്ടി പൊടുന്നനെ കച്ചവടം നടക്കുന്ന സമയത്ത് ഇടിച്ചകത്തേക്ക് കയറുന്നു. അപകടമില്ലാതെ കാര്യങ്ങൾ മാറുന്നു. അവസാനം ആ അപകടം ഒരു കൗതുകമായി മാറുകയാണ്. ഞാൻ നിൽക്കുന്നത് ഹരിപ്പാടുള്ള ഫിദ ടെക്സ്റ്റൈൽസിലാണ്. ഈ കടയിലേക്കാണ് കഴിഞ്ഞ ദിവസം സാധനം വാങ്ങാൻ വന്ന സ്ത്രീ അകത്ത് സാധനം എടുക്കുന്നു. അവരെ കൊണ്ടുവന്ന വാഹനം അവരുടെ കുട്ടി ആക്സിലേറ്റർ പിടിച്ച് തിരിക്കുന്നു. പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടാകുന്നു. കടയ്ക്കകത്തേക്ക് കയറുന്നു. കടയ്ക്കകത്തേക്ക് കയറി ഇതിനകത്ത് നിരത്തി വെച്ചിരുന്ന തുണിയിൽ ഇടിച്ചു നിന്ന് അപകടം ഒഴിവുകയായിരുന്നു. ഈ ഒഴിവായ അപകടം അത്ഭുതത്തോടു കൂടി കണ്ടുനിന്ന് വലിയ അപകടം ഒഴിവായതിൻ്റെ ഒരു ആശ്വാസം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ കൗതുകമാണ് ഈ കടയിലുള്ളവർക്കൊക്കെ ഓർക്കാനുള്ളത്. കാരണം വലിയ അപകടം ഒഴിവായി. പക്ഷേ ഈ എന്താണ് സംഭവിച്ചത് എന്ന് ആ സമയത്ത് മനസ്സിലാക്കാതെ പോയ ഒരു രംഗമായിരുന്നു. അത് എന്തായിരുന്നു എന്നത് കട ഉടമയോട് തന്നെ ചോദിക്കാം. ഷെരീഫ് ഇപ്പം എന്നോടൊപ്പം ഉണ്ട്. ശരിക്കും എന്തായിരുന്നു സംഭവിച്ചത്? അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് ഒരു സ്കൂട്ടറിനകത്ത് വന്ന് കടയുടെ ഫ്രണ്ടിൽ നിർത്തുകയും അതിൽ സ്ത്രീ ഇറങ്ങി കടയ്ക്കകത്തോട്ട് കയറുന്ന സമയത്താണ് കുഞ്ഞ് ഫ്രണ്ടിൽ ഇരുന്ന് ആക്സിലേറ്റർ പിടിക്കുന്നത്. പെട്ടെന്ന് അവരെ ഇടിച്ച് തെറിപ്പിച്ച് ഈ സാധനം എപ്പോഴും ഇവിടെ ഇല്ലാത്തതാണ്. ഓണം പ്രമാണിച്ച് വന്ന സാധനങ്ങളെല്ലാം ഇവിടെ മഴ കാരണം അകത്തെടുത്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഇതിൻ്റെ പുറത്ത് വന്നിരുന്ന് അവർ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു പോയി. അവർ 3 പേരും. ഇല്ലെങ്കിൽ ഈ തൂണിനകത്ത് ഇടിക്കുകയും വലിയ അപകടങ്ങളിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യമായിരുന്നു. അത് എന്തോ ഭാഗ്യം കൊണ്ടത് അവർ രക്ഷപ്പെട്ടത്. ശരിക്കും ക്യാഷിലായിരിക്കുമല്ലോ നിന്നിട്ടുണ്ടോ? ക്യാഷിൽ നിന്നുകൊണ്ട് ഇത് കാണുമ്പോൾ ഞാൻ അന്നേരം പുറത്ത് നിൽക്കുകയാണ്. ഞാൻ ഇത് കണ്ടുകൊണ്ട് വരികയാണ് ചെയ്തത്. പിന്നാണ് ഇത് സംഭവം അറിയുന്നത്. ഞാൻ പിന്നെ വരുന്നത്. ഞാൻ പുറത്ത് നിന്നാണ് ഇത് കാണുന്നത്. സാധനങ്ങൾ പോകുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടാണല്ലോ ജീവനക്കാർക്ക് എന്തെങ്കിലും പറ്റും. ജീവനക്കാർക്ക് മാത്രമല്ല, ഇത് വണ്ടി വന്ന് കയറുന്നുണ്ട്. ഇതിൽ ഗ്ലാസ് ഉണ്ട്, ഫ്രണ്ടിൽ ഗ്ലാസ് ഇട്ടേപ്പുണ്ട്, ഇവിടെ ഗ്ലാസ് ഉണ്ട്, തൂണുണ്ട്. എന്തുവാ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ഒരു വെപ്രാളമായിരുന്നു. ഭാഗ്യത്തിന് ആർക്കും വലിയ പരിക്കുകളില്ലാത്തതുകൊണ്ട് ഭാഗ്യം കൊണ്ട് അത് വലിയൊരു ആശ്വാസമുണ്ട്. ഇത് അല്ലെങ്കിൽ വലിയ അനർത്ഥത്തിലേക്ക് പോകേണ്ട ഒരു കാര്യം ഇത്ര രീതിയിൽ ഇങ്ങനെ പോയതിൽ ഭയങ്കര സന്തോഷം. ശരിക്കും ഇവിടെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആളുണ്ട്. കാരണം വണ്ടി നേരെ വന്ന് ഇടിച്ച് തെറിക്കേണ്ടുന്ന തൂണ്, ആ തൂണിന് തൊട്ടടുത്തുണ്ടായിരുന്നത് റാഫിയാണ്. റാഫി, ശരിക്കും അത് ഓർക്കുമ്പോൾ ഭയം തോന്നുന്നുണ്ടോ? ഓർക്കുമ്പോൾ ഭയം തോന്നുന്നുണ്ട്. നമ്മൾ കസ്റ്റമർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്നാണ് ഒരു വണ്ടി ഓടി വരിക. ഞാൻ ഓടി മാറിയോണ്ട് രക്ഷപ്പെട്ടു. ശരിക്കും ശരിക്കും ആ സമയത്ത് ഈ കുട്ടി പിന്നെ കുട്ടിയുടെ അമ്മ ഇവരുടെ ഒരു അവസ്ഥ എന്തായിരുന്നു? കുട്ടിയും കുട്ടിയുടെ അമ്മയും ഈ ചാക്കിൻ്റെ മണ്ടയ്ക്ക് വന്ന് വീണുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. കുട്ടിയും കുട്ടിയുടെ അമ്മ ഈ ചാക്കിൻ്റെ മണ്ടയ്ക്ക് വന്ന് വീണുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നേരെ വന്ന് ഈ തൂണിലാണ് അടിക്കേണ്ടത്. ആ കുട്ടി അപ്പം നിലവിളിക്കുക, കരയോ? പെട്ടെന്ന് എന്താ? കുട്ടി ഒന്നും നിലവിളിച്ചില്ല. അവർ പേടിച്ച്, കുഞ്ഞും ഹസ്ബൻഡും കുഞ്ഞിൻ്റെ അച്ഛനൂടെ പേടിച്ച് ഇതിനകത്തിരിക്കുമായിരുന്നു. ശരിക്കും അത് നേരിട്ട് കണ്ടിരുന്നു? നേരിട്ട് കണ്ടില്ല. അപ്പുറത്ത് ഷോപ്പ് നടത്തുന്നതാണ്. എനിക്ക് അപ്പുറത്ത് ചെരുപ്പ് കടയാണ്. ഞാൻ ബഹളം കേട്ടോണ്ടാണ് വന്നത്. ആ സ്ത്രീയുടെ സൗണ്ട് കേട്ടോണ്ട് ഓടി വരുമ്പോഴാണ് ഈ ചാക്കിൻ്റെ മണ്ടയ്ക്കാണ് സ്ത്രീ വണ്ടി വന്ന് ഇടിച്ച് അതിൻ്റെ മണ്ടയ്ക്ക് കുഞ്ഞും തള്ളയും കൂടെ അവിടെ വീഴുകയാണ് ചെയ്തത്. അത് കണ്ടപ്പോൾ എന്ത് തോന്നി? ഞാൻ പുറത്തേക്ക് പുറത്തുനിന്ന് ഈ ശബ്ദം കേട്ടാണ് അകത്തോട്ട് കയറി നോക്കി. അകത്തോട്ട് ഈ ബൈക്ക്, ഈ സ്കൂട്ടർ ഇവിടെ കിടക്കുമായിരുന്നത്. ഈ ഗ്ലാസ് ഇല്ലായിരുന്നെങ്കിൽ ഇതിൽ വലിയ അപകടം ഉണ്ടായിരുന്നു. കാരണം ഈ കുട്ടി ഒരിക്കലും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട, മാതാപിതാക്കൾ കുട്ടിയെ കൊണ്ടുവരുമ്പോൾ ഈ ഹാൻഡിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിയന്ത്രണം വിട്ടാൽ ഇതിൽ വലിയ അപകടം ഉണ്ടായിരുന്നു. കാരണം ഇവിടെ ഈ ലേഡീസെല്ലാം ഇവിടെ നിൽക്കുന്നത് വണ്ടി ഓഫ് ചെയ്തില്ല. ഈ തന്നെ ഇവിടെ വന്നു നിന്നാണ് വണ്ടി ഓഫ് ചെയ്തത്. ഇതിൽ വലിയൊരു അപകടം നിന്നേനാ. ദൈവം വളരെ പ്രധാനമായ ഒരു ഇതാണ്. ദൈവം ഒരു കാത്തുരക്ഷിച്ച എല്ലാവരും. ഇതിൽ വലിയ അപകടം ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഗ്ലാസ് വന്ന് ഇടിച്ചെങ്കിൽ എന്തുവാന്ന് നോക്കിയാൽ, ഈ ഗ്ലാസ് നൈസ് ഗ്ലാസ്സാണ്. ഇവിടെ വന്ന് പൊട്ടുവാണെങ്കിൽ ഇതിൽ വലിയ അപകടം ഉണ്ടായിരുന്നു. അതാണ് ഒരു അപകടം ഒഴിവായ ഒരു സന്തോഷം പങ്കുവെക്കുമ്പോൾ വലിയൊരു പാഠം കൂടി ഇവർക്ക് പകർന്നു നൽകുകയാണ്. കാരണം വാഹനവുമായി ഒരു ഷോപ്പിലേക്ക്, ഒരു കടയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്തിട്ട് വേണം അവിടെ നിൽക്കാൻ എന്ന വളരെ വലിയൊരു പാഠം കൂടി പകരുന്ന ഒരു അപകടമാണ് യഥാർത്ഥത്തിൽ ആലപ്പുഴയിൽ ഹരിപ്പാട് ഈ ഫിദ ടെക്സ്റ്റൈൽസിനകത്ത് സംഭവിച്ചത്. യു ഷൈജു, മീഡിയ 1, ആലപ്പുഴ.